ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇറങ്ങുന്നതിന് മുൻപ് അച്ഛച്ചന്റെയും സത്യമ്മയുടെയും കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടേ ഇറങ്ങാവൂ. എവിടെ പോയാലും അവരുടെ രണ്ടുപേരുടെയും അനുഗ്രഹം എന്റെ മോൾക്കുണ്ടാവണം. ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നോളണം. ഇനി ഇതുപോലെ ശബ്ദം ഉയർത്തിയാ നീ വിവരം അറിയും. ജോൺ സാർ, സോറി. നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്ന വേദിയിലേക്ക് ഒരു തെരുവുനായ വന്നു എന്ന് വിചാരിക്കാം നമ്മള്. എന്തായിരിക്കും സംഭവിക്ക? അങ്ങനെ മാത്രം ഇതിനെ കണ്ടാ മതി. എന്നാ പിന്നെ ഞാനിറങ്ങാം. ഞാനും. ഇനിയുള്ള നീക്കങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ നടത്തി കാണിക്കും. വിരലിലെണ്ണാവുന്ന ദിവസത്തിനുള്ളിൽ നമ്മളത് നടത്തിയിരിക്കും. ഉറപ്പ്. ആ, എന്നാ പിന്നെ വഹിക്കുന്നില്ല. ഓക്കെ സാർ. ഓക്കെ. എടീ സുസ്മിതേ, നീ എന്നെ തെരുവുനായാക്കി കളഞ്ഞല്ലേ? പക്ഷെ ഈ തെരുവുനായ്ക്ക് ചില സമയത്ത് പേളകും. അത് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. Dust. Da. Da. നിന്റെയൊക്കെ ജന്മമാടാ ജന്മം. സുഖ ഭക്ഷണം, സുഖ ഉറക്കം. ജനിക്കുന്നെങ്കിൽ നിന്റെയൊക്കെ നാളിൽ തന്നെ ജനിക്കണം. എന്താ കിടപ്പ്? ഒരല്ലലും ഇല്ല, ഒരാവലാതിയില്ല. സുഖം. രോഹിത്തേ, എഴുന്നേക്കടാ. എഴുന്നേക്കടാ. എന്താടാ? എടാ, നീ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? എടാ, നിന്നെ മുന്നിൽ നിർത്തി ഇവരെല്ലാം കൂടി കളിക്കുന്ന ഈ കളിക്ക് ബലിയാടാവുന്നത് നീ ഒറ്റ ഒരുത്തനാണ്. എടാ, കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ യുവമാരെല്ലാരും കൂടി നിന്നെ നൈസായിട്ട് കൈയൊഴിക്കും. പെട്ടുപോകുന്നത് നീ മാത്രമായിരിക്കും. നിന്നിലൂടെ ഒരു കുടുംബത്തെ തകർക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? എടാ, നിനക്കിതൊക്കെ വാങ്ങിത്തന്ന് ഇവിടെ കിടത്തിയിരിക്കുന്നതും അതിന് തന്നെയാണ്. എടാ, നീ ഇവരുടെ ഒരു ചട്ടുവാ. ഇവര് പറയുന്നത് കേട്ട് പ്രവർത്തിക്കാൻ മാത്രം വിധിക്കപ്പെട്ടൊരു ബലിയാട്. രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ശാലിനി മേഡത്തിന് സംഭവിച്ച പോലെ ഒറ്റ കുത്തിന് നിന്നെ അവർ തീർക്കും. എല്ലാം എനിക്കറിയാം. ഇനി എനിക്കൊരു ജീവിതമില്ല. ഞാനായിട്ട് തന്നെ അത് സാധിച്ചു തീരട്ടെ. എങ്ങനെയെങ്കിലും അത് ഒതുങ്ങട്ടോ ഈ ശാപം പിടിച്ച ജനോ. എടാ, ആയിക്കോട്ടെ. നിനക്ക് നിന്റെ ഈ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഈ കണ്ണിച്ചോര ഇല്ലാത്തവന്മാർക്ക് വേണ്ടിയിട്ട് എന്തിനാടാ നീ നിന്റെ തല വെറുതെ ചവിട്ടിക്കയറാൻ വെച്ചു കൊടുക്കുന്നത്? ഇവര് നിനക്ക് തരുമെന്ന് പറയുന്നില്ലേ? അത് വെറും രാഷ്ട്രീയക്കാര് പറയുന്നത് പോലെ വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതൊരിക്കലും പ്രാവർത്തികമാകാൻ പോണില്ല. വേണ്ട, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. രക്ഷപ്പെടാൻ നിനക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. ഇല്ലെങ്കിൽ ശാലിനി മേഡത്തിന് സംഭവിച്ച പോലെ നീയും തീരും. എടാ, നിന്നെ വിത്തും വളമിട്ട് വളർത്തുന്നത് രാജാവാക്കാനൊന്നുമല്ല, മാടിനെ പോലെ അറക്കാനാണ്. അതൊക്കെ മനസ്സിലാക്കി നഷ്ടപ്പെട്ട ജീവിതവും തിരിച്ചു പിടിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. എടാ, കുടിച്ചു ചാവുന്നതാണോ ജീവിക്കുന്നതാണോ നല്ലതെന്ന് നീ എന്നൊന്ന് സ്വയം മനസ്സിലാക്ക്. എന്നിട്ട് ഈ പെട്ട് കിടക്കുന്ന കുരിക്കുന്നൊന്ന് രക്ഷപ്പെടാൻ നോക്ക്. എനിക്കൊരു 2 പെഗൂടെ കിട്ടുമോ? ആണ്ട കിടക്കണ. എടാ 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 നീ നന്നാവത്തില്ല കഴുതേ. എടാ, നീ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ കുടിച്ചു നശിക്കത്തേ ഉള്ളൂ. എടാ,
ഞാൻ കാരണം നിനക്ക് നിന്റെ മനസ്സിൽ ജീവിക്കണമെന്നില്ല, പകരം നശിക്കണമെന്നേ ഉള്ളു. 2 പെഗ് മതി. നിന്റെ എടാ, ഇനി നിനക്ക് എന്ത് വേണോ ആവാം. ഞാനായിട്ട് ഇനി ഒരു വക പറയത്തില്ല നിന്റെ അടുത്ത്. എടാ, നശിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവന്റെ സ്ഥാനം നരകമാണ്. ഇനി അതിനകത്ത് തന്നെ ആവട്ടെ നിന്റെ ഒടുക്കവും. എടാ 2 പെഗ് കൊണ്ടുപോടാ. പോയി അവൻ ചത്ത്. എന്റെ ദൈവമേ, ഇതെന്തൊരു ജന്മമാണോ ഈശ്വര. ശാലിനി മാഡത്തെയും വിഷ്ണു ആശാനെ ഞാൻ എങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാ? നമ്മളിതെല്ലാം കൂടി എടുത്തിട്ട് എവിടെ പോവാ അമ്മേ? നമ്മളെ എന്റെ വീട്ടിലേക്ക് പോകുന്നു. ശാരദാമ്മയുടെ അടുത്തേക്കോ? അതെ, ശാരദാമ്മയുടെ അടുത്ത് തന്നെ. പിന്നെ ഇനി ഇങ്ങോട്ട് വരേയില്ല? സത്യമ്മ ഇന്നലെ രാത്രി പറഞ്ഞതെല്ലാം മോളും കേട്ടല്ലേ? നമ്മളോട് ഇവിടെ നിൽക്കണ്ടെന്നല്ലേ പറഞ്ഞത്? വിഷ്ണു അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചാലോ? വിഷ്ണു അച്ഛൻ പറഞ്ഞ സത്യമ്മ കേക്കില്ലേ? അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ല. പിന്നെ വിഷ്ണു അച്ഛൻ പറഞ്ഞ കേക്കോ മോളെ? അതുമല്ല, നമ്മൾ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. നമുക്ക് പോവാം. നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട. പിന്നെ ഇറങ്ങുന്നതിന് മുൻപ് അച്ഛൻ്റെയും സത്യമ്മയുടെയും കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടേ ഇറങ്ങാവൂ. എവിടെ പോയാലും അവരുടെ 2 പേരുടെയും അനുഗ്രഹം എൻ്റെ മോൾക്കുണ്ടാവണം. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചിലത് സംഭവിച്ചു. ലാഭവും നഷ്ടമൊക്കെ ബിസിനസ്സിൽ പറഞ്ഞിട്ടുള്ളതല്ലേ, അങ്ങനെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. വേറെ ഒന്നും പറയാനില്ലല്ലോ? ശരി. ചെന്ന് അച്ഛൻ്റെ കാല് തൊട്ട് വന്നിക്ക. അച്ഛച്ചോ, ഞങ്ങള് പോവാ.